വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 42-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു, എല്ലാവരും തിന്ന് തൃപ്തരായി എന്ന്. ആരെക്കുറിച്ച് വചനം പറയുന്നറിയാമോ? 5000 പുരുഷന്മാരെ 5 അപ്പവും 2 മീനും കൊണ്ട് സർവശക്തനായ ദൈവം പോഷിപ്പിച്ച് അവരെ തൃപ്തരാക്കി മടക്കി അയച്ചു. അവരെക്കുറിച്ചാണ് വചനം പറയുന്നത്. അവരാരും നിരാശയോടുകൂടെ മടങ്ങിപ്പോയില്ല, എല്ലാവരും തിന്ന് തൃപ്തരായി മടങ്ങിപ്പോയി. എങ്ങനെയുള്ളവരാണ് തൃപ്തരായി മടങ്ങിപ്പോയത്? അവർ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് അവർ തൃപ്തന്മാരായി മടങ്ങിപ്പോയത്? അതിൻ്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരും പോകുന്നവരുമൊക്കെ അധികമാകയാൽ ഭക്ഷണം കഴിപ്പാൻ പോലും അവർക്ക് സമയം ലഭിച്ചില്ല. എന്നാൽ ഏകാന്തമായ ഒരു സ്ഥലത്ത് വേറിട്ട് പോയി ആശ്വാസം കൈക്കൊള്ളേണ്ടതിനായി യേശുവും ശിഷ്യന്മാരും ആഗ്രഹിക്കുകയും അവർ പടകിൽ കയറി ആ ഏകാന്ത സ്ഥലം ലക്ഷ്യമാക്കി അവർ യാത്ര പുറപ്പെട്ടു. ഇവർ പോകുന്നത് കണ്ടിട്ട് സകല പട്ടണങ്ങളിൽ നിന്നും പുരുഷാരമൊക്കെയും ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി എന്ന് വചനം പറയുന്നു. അപ്പോൾ ഈ ആരായി പുരുഷന്മാർ? യേശുവും തൻ്റെ ശിഷ്യന്മാരും പടകിൽ കയറി അവിടെ എത്തുന്നതിന് മുമ്പേ ഓടി അവിടെ എത്തിയവർ. ആ ഓട്ടത്തിൻ്റെ അകത്ത് ഒത്തിരി അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഓടുന്ന ചിലരോട് ചോദിച്ചാൽ അവർ പറയും, എന്താ നിങ്ങളിങ്ങനെ ഓടുന്നത്? യേശു കർത്താവ് നിർജ്ജന പ്രദേശം ലക്ഷ്യമാക്കി പോയിട്ടുണ്ട്. ഞങ്ങൾ വേഗത്തിൽ ഓടി ആ ഗുരുവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ ചെല്ലുകയാണ്. എന്താണെന്നറിയാമോ? തൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ ജീവമൊഴികൾ കേൾക്കുവാൻ, തൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ ദിവ്യ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ. മറ്റു ചിലരോട് ചോദിച്ചാൽ അവർ പറയും, അവൻ്റെ മുഖം ഞങ്ങൾക്ക് ഇനിയും കാണണം. അതിനുവേണ്ടി ഞങ്ങൾ വേഗത്തിൽ ഓടി അവൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരോട് പറഞ്ഞാൽ പറയും, ഞങ്ങൾ വേഗത്തിൽ ഓടുന്നത് എന്താണെന്നറിയാമോ? മറ്റുള്ളവർ ഓടിയെത്തുന്നതിന് മുമ്പ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും മുമ്പിൽ ആ ഗുരുനാഥനോട് ചേർന്നിരുന്ന് തൻ്റെ മുഖം കണ്ടുകൊണ്ട് തൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യമൊഴികൾ കേൾക്കുവാനുള്ള കൊതിയോടെ ഞങ്ങൾ ഓടുകയാണ്. അങ്ങനെ ആഗ്രഹത്തോടെ കൊതിയോടെ ഓടിയവർക്ക് വേണ്ടിയാണ് പിന്നത്തേതിൽ ദൈവം ഒരു മഹാത്ഭുതത്തെ ചെയ്തത്. എന്താണ് ദൈവം മഹാത്ഭുതം ചെയ്തത്? ആ ഓടിയെത്തിയവർ യേശു കർത്താവിൻ്റെ ഉപദേശം കേട്ടിരുന്നു. അവർ സമയം നോക്കാൻ മറന്നുപോയി. വചനം പറയുന്നു, സമയം നന്നായി വൈകി. ശിഷ്യന്മാർ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, സമയം നന്നായി വൈകിപ്പോയിരിക്കുന്നു. ഇത് ഒരു നിർജ്ജന പ്രദേശമാണ്. ഇവരെ പറഞ്ഞു വിടണം. അടുത്തുള്ള ഊരുകളിലും കുടിലുകളിലും പോയി ഭക്ഷണം കൈക്കൊള്ളേണ്ടതിന് ഇവരെ പറഞ്ഞയക്കണമെന്ന് യേശു കർത്താവിനെ അറിയിച്ചു. ഓടിയെത്തിയവർ ഇപ്പോൾ ഇരിക്കുന്നത് യേശു കർത്താവിൻ്റെ കൂടെ നിർജ്ജന പ്രദേശത്താണ്. സമയവും വൈകിയിരിക്കുകയാണ്. ഇനി അവരുടെ ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുത്തുള്ള ഊരുകളിലും കുടിലുകളിലും പോയി ആഹാരം ചോദിച്ചു വാങ്ങേണ്ട ഒരു സ്ഥിതി, ഒരു അവസ്ഥയിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് ആ പുരുഷന്മാരെത്തിയപ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും കൊണ്ട് അത് സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ വിളമ്പാൻ കൊടുത്തു. 5000 പുരുഷന്മാരും ഭക്ഷിച്ച തൃപ്തരായി എന്ന് വചനം പറയുക. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കൊതിയോടെ ഓടിയ അവിടെ എത്തിയവർക്ക് വേണ്ടി സ്ഥലം, അവരിയ്ക്കുന്ന ഇരിപ്പിടം, അവരിരുന്ന സാഹചര്യം നിർജ്ജന പ്രദേശമാണെങ്കിലും സമയം വൈകിപ്പോയെങ്കിലും ദൈവം അവർക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്തു. ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ ആത്മീയ കാര്യത്തിൽ, ദൈവകാര്യത്തിൽ
നിങ്ങൾ വളരെ കൊതിയോടെ, മറ്റുള്ള എല്ലാവരെക്കാട്ടിലും വളരെ ആവേശത്തോടെ ഓടുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നവരാണ്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. വചനം കേൾക്കാൻ കൊതിയുള്ളവരാണ്. പ്രാർത്ഥനയ്ക്ക് ആമേ ഹല്ലേലൂയ വളരെ ആവേശമുള്ളവരാണ്. ആരാധിക്കാൻ മടിയില്ലാത്തവരാണ്. ആത്മീയ കൂട്ടായ്മകളും മറ്റ് ഇടകൂട്ടായ്മകളിലുമൊക്കെ വളരെ ആവേശത്തോടെ ഓടി ആ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ, പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുമ്പേ അവിടെ എത്തി പ്രാർത്ഥിച്ച് ആരാധനയും കൂട്ടായ്മകളും ഒക്കെ പൂർണ്ണമായി പങ്കെടുക്കണമെന്നുള്ള കൊതിയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ ഏതുമായി കൊള്ളട്ടെ, മനുഷ്യ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ, നോക്കിക്കാണുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യമായിക്കൊള്ളട്ടെ, നിങ്ങളെ വിളിച്ചതയും വിശ്വസ്തനാണ്. നിങ്ങളുടെ കൂടെയുള്ള സകലതും ചെയ്തു തരുവാൻ കഴിയുന്ന ദൈവമാണ്. അതുകൊണ്ട് സംഗീതക്കാരൻ പറഞ്ഞത്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ആ തമ്പുരാൻ ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? ഈ നിർജ്ജന പ്രദേശത്തും സമയം വൈകിയ ഈ സമയത്തും ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യും. വിശ്വസിക്കുക. തൃപ്തരായി നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോകും. നിരാശയോടെ, വെറും കൈയോടെ മടങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആ ഓട്ടത്തിൻ്റെ വേഗത കുറയ്ക്കരുത്. ആ പ്രാർത്ഥനയുടെ ശക്തി കുറയ്ക്കരുത്. ആത്മീയ കാര്യങ്ങളുടെ വീര്യം ഒട്ടും കുറഞ്ഞു പോകരുത്. ശക്തരായി മുമ്പോട്ട് പോകുക. ദൈവം വഴികളെ തുറന്ന് അത്ഭുതകരമായി നിങ്ങളെ നടത്തും. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.